നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഡിവോഴ്സ്ഡ് ആയിരിക്കാം, ഇപ്പൊ നോ കോൺടാക്റ്റിലായിരിക്കാം. എന്ത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഞാൻ ഇവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് കാർഡ് വേണമെങ്കിലും നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ റീഡിങ്ങിന്റെ താഴെ യൂട്യൂബിലെ റീഡിങ്ങിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ കളർ സെലക്ട് ചെയ്തോളൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കണം. ഓറക്കൽ മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ് ഇത്. നമുക്ക് നോക്കാം എന്താണ് ഓറക്കൽ മെസ്സേജസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ നമുക്ക് ചിലപ്പോ കൂടെ താമസിക്കുന്നവരോട് നമ്മളോട് കുത്തി സംസാരിക്കും. നമ്മളുടെ കൂടെ എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയാതെ നമ്മൾ ഹേർട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഒരു ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ കുത്തി സംസാരിക്കുന്ന, വേദനിപ്പിക്കുന്ന പോലെ സംസാരിപ്പിക്കുന്ന ആളുകളുണ്ട്, കൂടെ താമസിക്കുന്നവര് കൂടുതലും. ഓൾ റൈറ്റ്. അപ്പോ കാർഡ് വന്നിട്ടുള്ളത് ഡെഡിക്കേഷന്റെ കാർഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആത്മാർത്ഥമായിരിക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന മുഴുവൻ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ കാണാനും ക്ഷമയോടെ ആളുകളോട് പെരുമാറാനും പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ലോങ് ജേർണി. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു വലിയൊരു ദുർഘടം പിടിച്ച സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇനിയും കുറെ ദൂരം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൂടെ യാത്ര ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു ഡിസിപ്ലിൻ വരാനും മനസ്സിന് ശാന്തത കിട്ടാനും പക്വതയോട് പെരുമാറാനും നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാർഡുകളാണ് വന്നത്. ഇവിടെ ടോക്സിസിറ്റിയുടെ ഒന്നും കാർഡ് വന്നില്ല കേട്ടോ. അതൊരു നല്ല ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോവാം. കളർ സെലക്ട് ചെയ്ത് റെഡ് കളർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണിത്. എന്താണ് ഇത്? നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഈ വ്യക്തി 5 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. 5 ഓഫ് കപ്സ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്ത തെറ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാള്. മനസ്സിലായോ? എന്ന് വെച്ചാല് തെറ്റുകൾ ഉണ്ട്, ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ അത് തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ പണിയാവില്ലേ? അതുകൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്ന, ആ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന ഒരു ബോധത്തിൽ നിൽക്കുന്ന ഒരാളാണ് 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇമോഷണൽ ലോസ് ആണ്, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് അത് റിവേഴ്സ് വരുമ്പോൾ അതിനകത്ത് റിക്കവറി ചെയ്യുന്ന ഒരാള് എന്ന് വെച്ചാല്, ഓക്കെ, എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, ഞാൻ കുറെ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നമ്മൾ മിക്കവാറും ചെയ്ത തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത്, അല്ല പിന്നെയും റിപ്പീറ്റ് ചെയ്യരുത്. ചെയ്ത തെറ്റുകൾ ഓക്കെ, നമുക്ക് തിരുത്താൻ പറ്റില്ല, തിരുത്താൻ പറ്റുന്നത് തിരുത്തുക, ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റാത്ത തെറ്റുകളുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഓക്കെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് വേദന വരുമ്പോ അത് തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ പ്രായത്തിന്റെ അപക്വത കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഈ പ്രായത്തിൽ ഇപ്പോ ഞാനത് ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പണ്ട് ചെയ്ത തെറ്റുകളാണ്, ഇമോഷണൽ കുറെ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. ഇനി തെറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആണ് കാണിക്കുന്നത്. അപ്പൊ തെറ്റില് കിടന്ന് ബുദ്ധിമുട്ടാതെ കുറെ നാള് തെറ്റ് ചെയ്തു ഒരു ഗിൽറ്റി കോൺഷ്യസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞൊക്കെ എനിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ചെയ്ത തെറ്റുകളൊക്കെ പറ്റിപ്പോയി, ഇനി തെറ്റ് ചെയ്യാതെ ആവർത്തിക്കാതെ ഇരിക്കാം എന്ന മട്ടില് ജീവിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കളർ റെഡ് സെലക്ട് ചെയ്തവരുടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്റ്റാർ കാർഡ് റിവേഴ്സും
9 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റുമാണ്. കാക്കാട് റിവേഴ്സ് ആയിരുന്നത് അത് പറന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്രൈറ്റ് ആയിട്ട് വന്നു. ഞാനത് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസമുള്ള ഒരാള്, അക്വേറിയസ് സോഡിയാക് സൈൻ ആണത്. പിന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്രൈറ്റ്. ഈ വ്യക്തി സിംഗിൾ ആണ് എപ്പോഴും. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് റിലേഷൻ, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരുന്നിരിക്കാം, ഭാര്യ ആയിരിക്കാം. എന്തായാലും ഇപ്പൊ ഒരു മാരീഡ് അല്ല ഈ വ്യക്തി, സിംഗിൾ എനർജിയാണ്, കുറച്ച് മെച്ചുവേർഡ് ആയ എനർജിയാണ്. ഇഷ്ടംപോലെ പണം സമ്പാദിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി. അപ്പൊ ശുഭാപ്തി വിശ്വാസമുണ്ട്, ഇനി ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഈ വ്യക്തി പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാർഡുകൾ ടാരോ റീഡിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അത് അക്വേറിയസ്. വളരെ ശുഭാപ്തി വിശ്വാസമുള്ള, തെറ്റുകൾ ചെയ്തു, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സുകൊണ്ട്. അത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ജീവിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, തെറ്റ് ചെയ്തു പോയി. പക്ഷെ ഞാൻ അതെല്ലാം ഇനി മേലാൽ ആവർത്തിക്കില്ല, അത് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന, ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി. അങ്ങനെയാണെങ്കിൽ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് സ്വഭാവക്കാരനാണ് നിങ്ങളുടെ ഈ വ്യക്തി? നിങ്ങളുടെ ഈ വ്യക്തി എന്ത് സ്വഭാവം ഉള്ള കാരനോ കാര്യോ, സ്ത്രീയോ പുരുഷനോ ആവട്ടെ, എന്ത് സ്വഭാവമുള്ള ആളാണ്? ഫുൾ റിവേഴ്സ് ആണ് വരുന്നത്. പുതിയ സിറ്റുവേഷൻ ഒന്നും തുടങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞു. തട്ടിയിട്ടുക. വേറെ 2 കാർഡും കൂടെ വന്നിട്ടുണ്ട് ഈ വ്യക്തിയുടെ. ഇത് അക്വേറിയസ് ഏരീസ് സോഡിയാക് സൈൻ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഹെയറോഫാൻ റിവേഴ്സ് ആണ്, ടോറസ് ആണത്. പിന്നെ ഉള്ളത് മൂൺ കാർഡാണ്, ക്യാൻസർ പൈസസ് ആണ്. ഏസ് ഓഫ് കപ്സും കൂടെ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ തുടക്കം, ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കം. അപ്പൊ ഈ വ്യക്തി ചിലപ്പോ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാനുള്ള ഒരു ഇതിലായിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് പഴയ എക്സ്പീരിയൻസ് കൊണ്ടുള്ള പേടിയുണ്ട്. ഇത് ഞാൻ മുമ്പോട്ട് പോയാൽ ഇത് പഴയ പോലെ പ്രശ്നങ്ങളാകുമോ എന്നൊരു പേടി ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരാൾ, അപ്പൊ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ എന്നായിരിക്കാം ഈ വ്യക്തി. പക്ഷെ പണ്ട് ഈ വ്യക്തി, നമ്മൾ ജനിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഫാമിലിയുടെ കൂടെ നമ്മളൊരു കൾച്ചറിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളുടെ വിശ്വാസങ്ങളും പിന്നെ നമ്മളുടെ ചിന്തകളും എല്ലാം നമ്മളുടെ എങ്ങനെയാണ് ചുറ്റുമുള്ളവർ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് വരുന്നത്, അതാണ് നമ്മളുടെ ചിന്തകളെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു 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 ടൈപ്പ് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെ ആയിരിക്കണം, ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കണം, മനസ്സിലായി, അങ്ങനെ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇപ്പോ വ്യക്തിയുടെ ചിന്തകൾ വ്യത്യാസം വരുന്നു. പണ്ടത്തെ വിശ്വാസങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ കാർഡ് ഫുൾ കാർഡ് റിവേഴ്സ് ആണ്. ഫുൾ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ പുതിയ ബിഗിനിങ് ഒന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല തൽക്കാലത്തേക്ക്. എന്നാലും ഈ വ്യക്തിയുടെ ജീവിതത്തില് ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് വന്ന് കയറിയിട്ടുണ്ട്. ഒരു ലവ് ഓഫർ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വ്യക്തി ഇപ്പോഴും ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം പഴയ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതില് പേടിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണോ അതോ പുതിയ ഒരു റിലേഷൻഷിപ്പിന്റെ ഓഫർ ആണോ വന്നിട്ടുള്ളത് നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ കാണാം. ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒന്നിലും എടുത്തു ചാടുന്ന ഒരു വ്യക്തി അല്ല നിങ്ങളുടെ. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാല് അപ്രൈറ്റ് നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും എടുത്തു ചാടുന്ന, ഒരു ചിന്തയും ഇല്ലാതെ റിസ്ക് എടുക്കുന്നവരാണ്. പക്ഷെ ഈ വ്യക്തി ഒട്ടും റിസ്ക് എടുക്കുന്ന വ്യക്തി അല്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച്, ഇതിന്റെ നല്ലതാണോ ചീത്തയായിരിക്കുമോ, ഇതെങ്ങനെ എന്നെ എഫക്ട് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് അക്വേറിയസ് ഏരീസ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ശീലിച്ച വിശ്വാസങ്ങളെ, ചിലപ്പോൾ ജീവിത രീതി, ഒരു 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 സിറ്റുവേഷൻ കൾച്ചർ ഫോളോ ചെയ്തിരുന്ന ആ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ, മാറി ചിന്തിക്കാൻ, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. കുറെ കാര്യങ്ങൾ വളരെ സീക്രട്ട് ആയിട്ട് വെക്കുന്ന ആളും, അതുപോലെ യാത്ര ചെയ്യാനും ഒരു സിറ്റുവേഷനിൽ നിന്ന് വേറെ സിറ്റുവേഷനിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് മടിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ സ്നേഹം, ഉള്ളില് നിറയെ സ്നേഹമുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും അപ്പുറത്ത് വരുന്ന ആളുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളുടെ വേറൊരു മുഖമാണ് മറ്റേ ആൾ കാണാൻ പോകുന്നത്. അവിടെയാണ് പ്രശ്നം. ടോറസ്, അക്വേറിയസ്, ഏരീസ്, ക്യാൻസർ, പൈസീസ്,
ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം. സീക്രട്ടീവ് ആണ്, പക്ഷെ വഴിമാറി ചിന്തിക്കാൻ മടിയില്ലാത്ത, വഴിമാറി പോകാൻ മടിയില്ലാത്ത, അതുപോലെ പക്ഷെ ഏതിലേക്ക് പോയാലും ഈ വ്യക്തി നാലുകാലിലായിരിക്കും വീഴുന്നത്. അതാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത. ഓൾറൈറ്റ്, അപ്പൊ അതാണ് വ്യക്തിയുടെ സ്വഭാവം. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക്? അധികം ഉണ്ടോന്ന് നോക്കാം. ടെമ്പറൻസ് റിവേഴ്സ് ആണ്, 10 of cups റിവേഴ്സ് ആണ്, സ്റ്റാർ റിവേഴ്സ് ആണ്, 7 of pentacles upright, 4 of pentacles upright, knight of wands റിവേഴ്സും, കിങ് ഓഫ് വാൻസ് റിവേഴ്സും ആണ്. ഈ വ്യക്തി നിങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങളെ കുറിച്ച് എന്താണ് ഫീലിങ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എങ്ങനെയും ആയിക്കോട്ടെ, മറ്റേയാള് നമ്മളെ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അതാണ് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത്. ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസോ വെള്ളമടിയോ അതല്ലെങ്കിൽ സ്വഭാവത്തിൽ ബാലൻസ് ഇല്ല. ചിലപ്പോ ഭയങ്കര ദേഷ്യം, മീഡിയം ഒരു ഇതില്ല എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഒരു മേ ബി എന്നുള്ള സിറ്റുവേഷൻ ഇല്ല. ഒന്നില്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ കണ്ടുകൂടാ, ഭയങ്കര ദേഷ്യമാണ്. അങ്ങനത്തെ സ്വഭാവമാണ് നിങ്ങൾക്കെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈ ആവില്ല. 10 of cups എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ വ്യക്തി സ്വയം ഈ വ്യക്തിയുടെ സ്വഭാവം കാണിക്കുന്നത് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരാളായിട്ടാണ്. പക്ഷെ ഇവിടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന 10 of cups റിവേഴ്സ് ആണെന്ന് വെച്ചാല് ഒരു കാര്യം കിട്ടിയാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ്. ശുഭാപ്തി വിശ്വാസം ഒട്ടുമില്ലാത്ത ഒരു എനർജിയാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ലോങ് ടേം പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷമയില്ലാത്ത ഒരു എനർജിയാണ്. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. 7 of pentacles upright എന്ന് പറയുമ്പം 7 of pentacles ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എനിക്കിപ്പോ റിസൾട്ട് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. 4 of pentacles ആണെങ്കിൽ ചേർത്ത് പിടിക്കുന്ന, കുറച്ച് എല്ലാം എനിക്ക് വേണം, എല്ലാം എന്റേതാണ്, ഭയങ്കര പൊസസീവ് ആയ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് പറഞ്ഞാൽ ഒട്ടും അഡ്വെഞ്ചറസ് അല്ല, ഒരു അഡ്വെഞ്ചർ ആഗ്രഹിക്കാത്ത ഒരു മോട്ടിവേറ്റഡ് അല്ല, സെൽഫ് മോട്ടിവേറ്റഡ് അല്ല നിങ്ങൾ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൻസും റിവേഴ്സ് ആണ്. കിങ് ഓഫ് വാൻസ് റിവേഴ്സ് പറഞ്ഞാൽ ഈഗോ, ഭയങ്കര കൂടുതൽ ഈഗോ, അതുപോലെ ലീഡർഷിപ്പ് ഒന്നുമില്ല. നിങ്ങള് മറ്റുള്ളവരുടെ പുറകെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി പറയുന്നതെല്ലാം ശരിയാവണം എന്നില്ല, മനസ്സിലായോ? പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ സാജിറ്റേറിയസ് ഉണ്ട് ഇവിടെ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ, പിന്നെയുള്ളത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്ത. അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ വ്യക്തി നിങ്ങളിൽ മൊത്തം നെഗറ്റീവാണ് കാണുന്നത്. പിന്നെ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും? ഒരു കാര്യം പോലും നല്ലതായിട്ട് ഈ വ്യക്തി കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഈ വ്യക്തിക്ക് ഇപ്പൊ വൈരാഗ്യമുണ്ടോ? അപ്പോ നിങ്ങൾ ചിലപ്പോ ഒരുമിച്ചായിരിക്കാം, പക്ഷെ ഇവിടുത്തെ കാർഡ് എന്താ പറയാ, 5 of cups റിവേഴ്സ് വന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മിക്കവാറും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ട്. വൈരാഗ്യമുണ്ടോ ഈ വ്യക്തിക്ക് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? 4 of cups ആണ് വന്നിരിക്കുന്നത്. വൈരാഗ്യമുണ്ട്. ഈ വ്യക്തി നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനെ കൊണ്ട് സംസാരിപ്പിക്കുക, ഈ വ്യക്തിയുടെ വീട്ടുകാരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വ്യക്തി ഭയങ്കര ഷാഠ്യത്തിലിരിക്കുകയാണ്. തെറ്റ് മുഴുവൻ നിങ്ങളുടേതാണ്, നിങ്ങൾ കാരണമാണ് ഈ റിലേഷൻഷിപ്പ് പോയത് എന്താണ് പറയുന്നത് വ്യക്തി സ്വയം ചിന്തിക്കുന്നത് ഞാൻ വളരെ സ്നേഹം കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്, അതുപോലെ തന്നെ സ്നേഹം സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന്. പക്ഷേ ഇവിടെ വേറെ 2 കാർഡ് കാണിക്കുന്നുണ്ട്. നോർമൽ ഒരു റിലേഷൻഷിപ്പ് പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല ഈ വ്യക്തിക്ക് വേണ്ടിയിരുന്നത്. ചില റിലേഷൻഷിപ്പില് എന്താ പറയാ, അതുവരെ ഒരു ചിലപ്പോ 10, 15, 20 വർഷമായിട്ട് വിവാഹത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം. ഒരു ദിവസം ഈ വ്യക്തി വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ചോദിക്കുമ്പോ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങിയെന്ന് പറയുന്ന പലരുണ്ട്. അതുപോലത്തെ, പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ കയറാനുള്ള ഒരു ഇതിലാണെങ്കിലും തൽക്കാലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നതാണ്. കാരണം
ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവർ പറയുന്നു എനിക്ക് കേൾക്കണ്ട, എന്റെ അനുഭവമാണ്, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല, മനസ്സിലായി, ഇത് ഒരിക്കലും ശരിയാവില്ല, അതിന് എല്ലാം ഉത്തരവാദി, റിലേഷൻഷിപ്പ് പോകാനുള്ള ഉത്തരവാദി നിങ്ങളാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. വളരെ ശാഠ്യമുള്ള ഒരു എനർജിയാണ് ഇവിടെ കേട്ടോ. ഈ എങ്ങനെ ഇത്ര നാളെ നിന്നത് അറിയില്ല. എന്തായാലും ഇവിടെ സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് റിലേഷൻഷിപ്പിൽ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഈ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞു. ഈ റിലേഷൻഷിപ്പിലുള്ള പോസിബിലിറ്റി ഒന്നും വ്യക്തിക്ക് അറിയണ്ടെന്നാണ് പറയുന്നത്. അത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. അടുത്ത കാർഡ് വേൾഡ് കാർഡാണ്. ഈ വ്യക്തി കംപ്ലീറ്റ് ആയി, റിലേഷൻഷിപ്പിന് ഇനി ഫ്യൂച്ചർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. കംപ്ലീറ്റ് ആയി, ഞാൻ ഫ്രീ ആണ്, ഇനി എനിക്ക് പുതിയൊരു ജീവിതമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പറയുന്ന ഒരു എനർജി. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ടു ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വൈരാഗ്യമുണ്ട് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി തിരിച്ചു വരാതിരിക്കണം നല്ലത്. ഇതിനകത്ത് ഇനി വർക്ക് ചെയ്യാനൊന്നുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് മുഴുവൻ നിങ്ങളാണെന്ന് പറയുമ്പോ തന്നെ ഇതിനകത്ത് എന്ത് വർക്ക് ചെയ്യാനാ നിങ്ങള്, അല്ലെ? ഇതിനകത്ത് പിടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. ഈ വ്യക്തി തിരിച്ചു വരണേ എന്ന് വെച്ചിട്ട് ചിലര് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും തിരിച്ചു വരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്പലത്തിലും പള്ളിയിലും എല്ലാം പോയി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ഇത് തിരിച്ചു വരണേ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ എന്താ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക കേട്ടോ. ഇത് വന്നിട്ട് ഗുണമില്ല. ഈ വ്യക്തി നിങ്ങളെയാണ് കുറ്റക്കാരിയായിട്ടോ കുറ്റക്കാരനായിട്ടോ കാണുന്നത്. ലാസ്റ്റ് ടവർ മൊമെന്റ്. ഇതിനകത്ത് ഓൾറെഡി നടക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം ടവർ റിവേഴ്സ് ആണ്. ഓൾറെഡി എല്ലാം നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഫൈവ് ഓഫ് സ്വേർഡ്സ്. നിങ്ങളോട് വളരെയധികം വൈരാഗ്യം. ഫൈവ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് പറഞ്ഞ റിസെന്റ്മെന്റ് ആണ്. പാസ്റ്റ് ആക്ഷൻ കൊണ്ടുള്ള ദേഷ്യം, വൈരാഗ്യമാണ്. ഇതിനകത്ത് ഇനി ഒന്നും പറയാനില്ല. നിങ്ങളോട് ഭയങ്കര വൈരാഗ്യമുള്ളൊരു ആളാണ് ഈ വ്യക്തി. ഇതിനകത്ത് പിന്നെ തിരിച്ചു പോവരുത്. പിടിച്ച് വലിച്ച് റിലേഷൻഷിപ്പിലേക്ക് കയറ്റാൻ നോക്കരുത്. പശ്ചാത്തപിക്കേണ്ടി വരും നിങ്ങള്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ലീബ്ര, ജെമിനി, സ്കോർപിയോ, ഫൈവ് ഓഫ് സ്വേർഡ്സ്, അക്വേറിയസ്, ലീബ്ര, ജെമിനി കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ചില സമയങ്ങളിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ എടുത്തു കളയുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ചിലർക്കത് മനസ്സിലാവില്ല. നമ്മൾ പിന്നെയും അതിന്റെ പുറകെ പോയി വയ്യാവേലിയെല്ലാം വലിച്ച് തലയിൽ വെച്ച് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും ജീവിതം മുഴുവൻ. എന്ത് ചെയ്യാനാണ്? അപ്പൊ ദൈവത്തിന് താങ്ക് യു പറഞ്ഞിട്ട് ഓക്കെ ഇനി അടുത്തത് ആരാണെന്ന് നോക്കി മുമ്പോട്ട് പോവാ. അത് ഈസി അല്ല, പക്ഷെ ഞാൻ തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോയ ഒരു കാര്യം പിടിച്ചു വെച്ചോണ്ടിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റിക്ക് ആ ഗ്യാപ്പിൽ കയറാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഒരു സാധനം അവിടെ ഉണ്ട്, ഒരു ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം ഇപ്പോഴും സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്. അത് കളഞ്ഞു കഴിഞ്ഞാലേ അവിടെ ഒരു സ്പേസ് വരുള്ളൂ. എന്നാലേ പുതിയ എനർജീസിന് അവിടെ കയറാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ അത് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ഓൾ റൈറ്റ്. രണ്ടാമത്തെ കാർഡ് ആരാ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. ഈ വ്യക്തിക്ക് മനസ്സിന് ഒട്ടും സന്തോഷമില്ലാത്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാല് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ലൈഫ് ഇപ്പോ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചിലരൊരു ഭർത്താവിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഭാര്യയെ കിട്ടിയാൽ ചിലർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. വളരെ സിമ്പിൾ ലൈഫാണ്. പക്ഷേ ഒരാളെ കല്യാണം കഴിച്ചു, ഇയാൾക്ക് പറ്റിയതില്ല, അവള് കറി ഉണ്ടാക്കുന്ന കൊള്ളില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഡ്രസ് ചെയ്യാൻ അറിയില്ല. എന്തിനാ അത്? അല്ലെ? നമുക്കെല്ലാം അറിയാം നമ്മൾ പെർഫെക്റ്റ് ആണോ? ഈ പെർഫെക്റ്റ് ആയ ഒരാളെ ആഗ്രഹിക്കുന്ന ഞാൻ ആദ്യം പെർഫെക്റ്റ് ആണോ എന്നല്ല ഞാൻ നോക്കേണ്ടത്. എന്നിട്ട് എനിക്ക് പറ്റിയ ഒരാളെയാണ് ദൈവം തരുന്നത്. അതല്ലാതെ വന്ന് കയറിയിരിക്കുന്ന ആള് കൊള്ളും. നമുക്ക് ചേരുന്ന ആളെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരിക. ഈ വ്യക്തി വന്ന് കയറി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? പൊതുവെ ഈ വ്യക്തി ഒട്ടും ഹാപ്പി അല്ലാത്തൊരു എനർജിയാണ് ഇത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒട്ടും ഹാപ്പി അല്ല, ഒന്നിലും ഒരു തൃപ്തി ഇല്ലാത്തൊരു എനർജി ആണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. നമ്മളെ കുറ്റം പറയുന്നവര് നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളാണ്. പക്ഷെ നമ്മൾ അതെന്നാലും ആ കുറ്റം കേട്ട് വെറുതെ ഒരു ചവിട്ടുമെത്ത പോലെ നമ്മളവിടെ നിന്ന് കൊടുക്കും. മനസ്സിലാവുണ്ടോ? അവിടെയാണ് നമ്മളുടെ പ്രശ്നം വരുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത് ക്ലാരിഫൈ ചെയ്യുന്നത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. ഫോർ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇതൊരു മാരേജ് ആണ്. ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു മാരേജ്. അല്ലെങ്കിൽ
എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ലിവ് ഇൻ ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഈ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല. ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കാം ഈ കല്യാണം നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരാളുടെ വാശിക്കാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരാൾ ഒട്ടും ഹാപ്പി അല്ല, നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി വിവാഹം കഴിക്കാനേ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തി കുറച്ച് ഉഴപ്പായ ഒരു എനർജി, സ്ത്രീ ആയാലും പുരുഷനായാലും ഉഴപ്പി നടക്കാനാണ്. ഇപ്പൊ മാനസികമായിട്ട് വിവാഹത്തിന് പ്രിപ്പയർഡ് അല്ല ഈ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. ഏറീസ് ലിയോ സാജിറ്റേറിയസ്, ഏറീസ് ലിയോ സാജിറ്റേറിയസ് കല്യാണത്തിന് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണത്. ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചാൽ ഒന്നില്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോവും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കേണ്ടി വരും നിങ്ങൾ. ഓൾ റൈറ്റ്, വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാനെ, ഈ വ്യക്തിയുടേത് എങ്ങനത്തെ സ്വഭാവമാണ്? ഈ വ്യക്തി വളരെ റെസ്പോൺസിബിൾ ആയ ഒരാളാണ്. എത്രയൊക്കെ വളരെയധികം ഉത്തരവാദിത്തങ്ങള് വളരെ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ വ്യക്തി. പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. അത് ഒരു 10 of Wandsന്റെ ഒരു മെസ്സേജ് ആണത്. വേറൊരു മെസ്സേജ് വരുന്നുണ്ട്. മീൻസ് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മക്കളാവുമ്പോ അമ്മയോടും അച്ഛനോടുള്ള ഉത്തരവാദിത്വം, അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള ഉത്തരവാദിത്വം, ഭാര്യയോടുള്ള ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ഉത്തരവാദിത്തം ഒളിച്ചോടാൻ പറ്റില്ല. പക്ഷെ ഈ വ്യക്തി ഉത്തരവാദിത്തങ്ങൾ, അയ്യോ ഇനി ദേ വേറൊരെണ്ണം വരുന്നു, അയ്യോ ദേ വേറൊരെണ്ണം വരുന്നു എന്ന് വെച്ച എന്ന തരത്തിലുള്ള ഒരു മനസ്സുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങള്, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളും പോലും ചെയ്യാൻ മടിയുള്ള ഒരു എനർജി. ഇത് മടിയുടെ ഒരു എനർജി ഉള്ള ഒരാളാണ്. പണിയെടുക്കാൻ മടി, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ എവിടെ, നീ ഉണ്ടാക്കിക്കോ, നീ ജോലി എടുത്തോ, നിന്റെ നിന്ന് കൊടുക്ക്, എന്റെ അടുത്ത് പൈസ ഇല്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. മനസ്സിലായി? ഈ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. രണ്ടാമത്തെ കാർഡ് വ്യക്തിയുടെ സ്വഭാവം കാണിക്കുന്ന ഫുൾ റിവേഴ്സ് ആണ്. ഈ വ്യക്തി ഒന്നിലും ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഒരു റിസ്ക് എടുക്കില്ല. എന്റെ മേത്ത് ചെളി പറ്റാൻ പാടില്ല, അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് പ്രശ്നങ്ങൾ വരരുത്, മറ്റുള്ളവർ ഡീൽ ചെയ്തോണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണിത്. മൂന്നാമത്തെ കാർഡ് 5 of Pentacles ആണ്. 5 of Pentacles എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലായ്മ, എപ്പോഴും ബ്രോക്ക് ആണ് ഈ വ്യക്തി. എന്ന് വെച്ചാൽ എന്റെ അടുത്ത് പൈസ ഇല്ല, എന്ത് ചോദിച്ചാലും എന്റെ അടുത്ത് പൈസ ഇല്ല, എന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആരോടും അറ്റാച്ച്മെന്റ് വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഫ്രണ്ട്സ് അധികം ഉണ്ടാവില്ല. എന്ന് വെച്ചാല് ഫ്രണ്ട്സ് എല്ലാവർക്കും അധികം ഫ്രണ്ട്സ് വേണമെന്നില്ല. പക്ഷെ ഈ വ്യക്തി എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പിന് എന്ന് വെച്ചാല് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും എന്ന ചിന്ത കൊണ്ട് ഫ്രണ്ട്സിനെ വേണ്ട, ബന്ധുക്കളെ വേണ്ട എന്ന് വെക്കുന്ന ഒരു എനർജിയാണ്. എല്ലാവരിൽ നിന്ന് അകന്ന്, കാരണം എന്റെ അടുത്തുള്ള സാധനങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അവരുമായിട്ടുള്ള ഒരു ബന്ധം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാള്. 3 of Wands എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും എല്ലാ സിറ്റുവേഷനും പുറത്തു നിന്ന് നോക്കി കാണുന്ന ഒരാളാണ്. ഉള്ളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു റിലേഷൻഷിപ്പില് നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്താവണം, റിലേഷൻഷിപ്പിന്റെ ഉള്ളിലാവണം, എന്നാലേ അതൊരു റിലേഷൻഷിപ്പ് ആവുള്ളൂ. ഈ വ്യക്തി പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ വ്യക്തി പറഞ്ഞു. അപ്പൊ ജനറലി ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണം, ഞാൻ ആർക്ക് വേണ്ടി ഒന്നും ഷെയർ ചെയ്യില്ല, ഞാൻ എന്റെ സമയമോ പൈസയോ ഒന്നും ഞാൻ ആർക്കും കൊടുക്കില്ല, എല്ലാം എനിക്ക് വേണം, പിന്നെ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഞാൻ ഈ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്യില്ല, മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എനിക്ക് ചെയ്യാൻ മടിയാണ്, എനിക്ക് ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു എനർജിയാണിത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, അക്വേറിയസ് ഏരീസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. വേറൊരു ചാൻസ് കിട്ടിയാല് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. എന്ന് വെച്ചാല് ഈ റിലേഷൻഷിപ്പിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അതിന് ഒരു ചളിപ്പുമില്ല, ഒരു മടിയും ഇല്ലാത്ത ഒരു എനർജിയാണിത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ്. ഇങ്ങനെ ഒരാൾക്ക് നിങ്ങളോട് വൈരാഗ്യം വന്നാലും വല്ല പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ്. ഈ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്.
മൊത്തത്തില് തൃപ്തിയില്ലായ്മ കാണിക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ ഭയങ്കരമായ ഭക്തിയുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാല് നിങ്ങള് അമ്പലത്തിലെല്ലാം പോകുന്ന, പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്ന, നോമ്പ് നോക്കുന്ന, മനസ്സിലായോ? അപ്പോ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ നിങ്ങൾ വളരെയധികം റിലിജിയനോട് അടുത്ത് നിൽക്കുന്ന, വളരെയധികം ഭക്തിയുള്ള ഒരു എനർജിയാണ് നിങ്ങള്. തെറ്റായ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, നിങ്ങള് നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും മതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും ദൈവഭയമുള്ള, അതുപോലെ ജീവിക്കുന്ന ദൈവഭയമുള്ള ഒരാളാണ് നിങ്ങൾ. ഇത് ഈ വ്യക്തിക്ക് ഒട്ടും പിടിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, മനസ്സിലായി? അതുകൊണ്ട് അത് വെർഗോ പൈസസ് ആണ്. അടുത്തത് വന്നേക്കുന്ന കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഐഡിയോളജി അതിൽ നിന്ന് മാറില്ല. അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് വ്യക്തി. കാരണം വ്യക്തി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എപ്പോ കിട്ടുക, എപ്പോ എവിടെ നിന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അത് എടുക്കുന്ന ഒരാളാണ്. അല്ലാതെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഇല്ലാത്ത ഒരാളാണത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായം, നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഒരു തൃപ്തി. കാരണം ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കണമെങ്കിൽ, വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം വ്യക്തിയുടെ പോലെ ആവണം. അതല്ല നിങ്ങള്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ആണ്. നിങ്ങൾ വളരെ ലോജിക്കൽ, ഇമോഷണൽ അല്ല. ഈ വ്യക്തി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ളവരെ. കാര്യങ്ങൾ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ അതല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, മനസ്സിലായി? നിങ്ങൾക്കൊരു വിശ്വാസം, നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. മൂന്നാമത്തെ കാർഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അയാളെ ഇഷ്ടപ്പെടുകയാണ്. അയാളുടെ തെറ്റുകുറ്റങ്ങളും എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വ്യക്തി പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. മറ്റേ ആൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ എതിർക്കണം. അവര് മീൻസ് അങ്ങനെ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കരുത് എന്നാണ് വ്യക്തി പറയുന്നത്. ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയും അതുപോലെ തന്നെ ഫാമിലിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. വളരെയധികം ക്ഷമയുള്ള ആളാണ് നിങ്ങള്. അപ്പോ ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. വളരെയധികം ക്ഷമയുണ്ട്, വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ഈ വ്യക്തി മടിയുള്ള ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്. എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, എനിക്ക് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങണം, എനിക്കൊരു ഒരു കട തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഒരു ഒറ്റ ബുദ്ധിയിൽ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോവാണ്. ഈ വ്യക്തിക്ക് അങ്ങനെയൊന്നുമില്ല. എവിടെ നിന്നാണ് ചാൻസ് കിട്ടുകയെന്ന് വെച്ചാൽ അത് മുതലെടുക്കുന്ന ഒരാളാണ്. ഇതാണ് നിങ്ങളോടുള്ള ദേഷ്യം. ഇങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാം ഈ വ്യക്തി നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിയിൽ അതൊന്നുമില്ല. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും സ്ട്രോങ് ആയ നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനുള്ളതും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വളരെയധികം കുത്തുവാക്കുകൾ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങളെ മാക്സിമം അടിച്ചൊതുക്കാൻ, നിങ്ങളുടെ ഈ കോൺഫിഡൻസ് നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി. എപ്പോഴും ഒരു തൃപ്തിയില്ലായ്മ. നിങ്ങൾ എന്ത് ചെയ്താലും, ഒരു ഷർട്ട് എടുത്ത് കൊടുക്കുക, ഒരു സാരി മേടിച്ചു കൊടുത്താലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സമാധാനവും തരാത്ത ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. വെർഗോ പൈസീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഈ വ്യക്തിക്ക് നിങ്ങളോട് വൈരാഗ്യമുണ്ടോ? ഏതാണ് നമ്മൾ നോക്കുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ കുറിച്ച് വ്യക്തിക്ക് നിങ്ങളോട് നല്ല വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. ത്രീ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ ഇവിടെ ഒരു യൂണിറ്റിയുടെ കാർഡാണ്. ത്രീ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാല് എല്ലാം ഷെയർ ചെയ്ത് ഒരു ജോലിയുടെ സംബന്ധിച്ചതാണ് ത്രീ ഓഫ് പെന്റക്കിൾസ്. പണം ഉണ്ടാക്കാനുള്ള ഒരു ഇത്. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, ബിസിനസ് പാർട്ട്നേഴ്സും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവര്, നിങ്ങളുമായിട്ട് ബന്ധമുള്ളവരൊക്കെ നിങ്ങളോട് ഭയങ്കര ക്ലോസ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. ഇതൊന്നും ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളോട് കൂടുതൽ കുശുമ്പും ഒരു അസൂയയുമാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു റിലേഷൻഷിപ്പിൽ നമ്മളാവുമ്പോൾ നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുക. ഒരാൾക്കുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളത് ഇപ്പൊ എന്റെ ഭർത്താവ് നല്ല ഒരു ഇതാണ്, നല്ലൊരു കഴിവുള്ള ഒരാളാണ്, 4 പേര് എന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഞാനത് സന്തോഷിക്കണം. അത് പക്ഷെ ചിലർക്ക് അസൂയ വരും. അയ്യോ, ആ വ്യക്തിക്ക് ഒന്നുമില്ല, ഒരു കഴിവുമില്ല, എന്നെക്കാളും വിദ്യാഭ്യാസം കുറവാണ്, എന്നിട്ട് ഈ വ്യക്തി ഇത്രയും ആൾക്കാരെ തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടക്കണം എന്തിനാണെന്നൊരു ചിന്ത. അതുപോലത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഈ വ്യക്തി നിങ്ങളെ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല. ആരെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഈ വ്യക്തി പറയാ യാതൊന്നുമില്ല, അത് എനിക്ക് തോന്നുന്നതാണ്, അഭിനയമാണെന്ന് പറയും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളോട് നല്ല വൈരാഗ്യം, വൈരാഗ്യത്തെക്കാൾ കൂടുതലും അസൂയയും
വളരെയധികം കുശുമ്പും ഉണ്ട് നിങ്ങളോട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണിത്. ഈ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? എന്തെങ്കിലും പണി തരണമെന്ന് ആഗ്രഹിക്കുമോ? ഈ വ്യക്തി പറയുന്നത് നീ ചെയ്യുന്നതിനെല്ലാം നിനക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ആയിട്ട് കാണുന്ന ഈ വ്യക്തി നിങ്ങൾക്ക് ചീത്ത ഒരു സമയം വരണമെന്ന് കാത്തിരിക്കുകയാണ്. നിങ്ങളെ മറ്റുള്ളവർ തള്ളി പറയണം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് നിങ്ങളെ തള്ളി പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഒരു ജഡ്ജ്മെന്റ് സമയം നിനക്ക് വരും, നീ വെയിറ്റ് ചെയ്ത്, നിനക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത്. കിങ് ഓഫ് കപ്സിന്റെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുറമെ ഉള്ളില് മുഴുവനും അസൂയയും വൈരാഗ്യവും ഉള്ള ഒരാള്, മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. മനസ്സിലായി? നമ്മളെ നോക്കി ചിരിച്ചു കാണിക്കും, പക്ഷെ നമ്മളെ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ഒരാള്, പക്ഷെ അത് ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത ഒരാള്, അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ധൈര്യമില്ല. മനസ്സിലായി? അങ്ങനത്തെ ഒരാളാണ് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും. ഈ ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിൽ അടക്കി ദേഷ്യം, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ദേഷ്യം മുഴുവൻ അഭിപ്രായമില്ലായ്മ, ഒട്ടും സ്നേഹമില്ലായ്മ, ഇതെല്ലാം കുശുമ്പ് എല്ലാം ഉള്ളില് അടക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി കാണിക്കുന്നത്. നിങ്ങൾക്ക് ചീത്ത വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുള്ള സമയം നോക്ക്, നിങ്ങളുടെ നല്ല സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചീത്ത സമയം വരണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വളരെ ദുഷ്ട മനസ്സുള്ള ഒരു എനർജിയാണിത്. ഏസ് ഓഫ് വാൻസ് അപ്രൈറ്റ് ആണ്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് നോക്കുന്നത് ഈ വ്യക്തി. മനസ്സിലായോ? വളരെയധികം നിങ്ങൾക്ക് നെഗറ്റീവ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 5 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം എന്താ പറയാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾ വെച്ചടി മുകളിലേക്കാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരാളാണ് കണ്ടെടുത്തോളം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തി വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് 8 ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ വ്യക്തി വർക്ക് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നില്ല, അതൊരു വേറൊരു കുശുമ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോ നിങ്ങൾ പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടുന്നു, ഈ വ്യക്തിക്ക് ഒന്നും കിട്ടുന്നില്ല. അത് വളരെയധികം വൈരാഗ്യം ഉണ്ടാക്കുന്നുണ്ട്, അസൂയ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കൂടെ നിന്ന് നിങ്ങൾക്ക് പാര വെക്കുന്ന, നിങ്ങൾക്ക് ചീത്ത വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കൂടെയുണ്ട്. സൂക്ഷിക്കുക. സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇതാണ് രണ്ടാമത്തെ കാർഡിന്റെ റീഡിംഗ്. ഭയങ്കര വൈരാഗ്യമുള്ള ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് കൊള്ളില്ല ഈ എനർജി. പക്ഷെ നമുക്ക് ഓരോ ചിലപ്പോൾ കാർമിക് സിറ്റുവേഷൻ വല്ലതും ആയിരിക്കാം. മനസ്സിലായി? നമ്മൾ ചില അവസ്ഥകളിൽ കൂടെ പോകണം എന്ന് ഉള്ള ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല. ഈ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത്രയും നാള് നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കൂടെ നിന്ന് കൈവിഷം കൊടുക്കുന്നവരും കൂടെ നിന്നിട്ട് പാര വെക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? ഈ ചില സമയത്തെ നമ്മള് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരാൾ വന്നു കയറുമ്പോ നിങ്ങൾ ഇപ്പൊ ഉള്ള ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ട് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയുക. കാരണം നിങ്ങളെ വേറെ ആരും സ്നേഹിക്കരുത്, ഇവർക്ക് തന്നെ കിട്ടണം. അതൊക്കെ നല്ല പണിയാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, സൂക്ഷിക്കുക. അപ്പൊ വൈറ്റ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണിത്. 9 ഓഫ് സ്വേർഡ്സ് ആണ്. ഈ വ്യക്തിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്നു, ഭയങ്കര ഉറക്കമില്ലായ്മ. എന്തോ ഒരു കാര്യം ഈ വ്യക്തിയെ വളരെ കാര്യമായിട്ട് അലട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഒരു ചിന്ത. ഈ വ്യക്തി ഇത് ആരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, ആ വ്യക്തിയെ വളരെയധികം അലട്ടുന്ന ഒരു കാര്യം. മനസ്സിലായോ? ഒട്ടും സന്തോഷമില്ല, എപ്പോഴും ടെൻഷനാണ് ഈ വ്യക്തിക്ക്. എന്താണ് ആ കാര്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ചാനോട് ചോദിച്ചു നോക്കാം. ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് 9 ഓഫ് സ്വേർഡ്സ് ആണ്. ആദ്യം വന്ന കാർഡ് മെയിൻ കാർഡ്, പിന്നെ ഉള്ളത് 9 ഓഫ് സ്വേർഡ്സ് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ ചെയ്യുന്നതും 9 ഓഫ് സ്വേർഡ്സ് ആണ്. പിന്നെ ഉള്ളത് 6 ഓഫ് സ്വേർഡ്സ് ആണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ വളരെയധികം വഴക്കുണ്ടാവുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങൾ വ്യക്തിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? എന്തായാലും ഈ വ്യക്തിക്ക് വളരെ ടെൻഷനാണ്. പക്ഷെ ഈ റിലേഷൻഷിപ്പ് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ്. ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനിയും ഈ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ സ്വരുമയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത് കേട്ടോ. ടാരോ ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പം
സിക്സ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മള് പ്രശ്നങ്ങളിൽ നിന്ന് രണ്ടുപേരും കൂടെ സ്വരമയോടെ മുമ്പോട്ട് പോവുക, ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുക, അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനായി, അക്വാരിയസ്, ലിബ്ര, ജെമിനായി, അക്വാരിയസ്, ലിബ്ര, ജെമിനായി. ചിന്തകളാണ് ഈ വ്യക്തിയുടെ. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട്. അത് എന്തുകൊണ്ടാണാവോ? എന്തായാലും നമുക്ക് ഈ വ്യക്തിയുടെ എന്താണ് ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പറ്റില്ല, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുള്ള ഒരു എനർജി ആയിട്ടാണ് വ്യക്തി കാണുന്നത്. എന്താണ് സ്വഭാവം നിങ്ങളുടെ വ്യക്തിയുടെ? എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോ കിങ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും ഇല്ല ഈ വ്യക്തിക്ക്. എന്ന് വെച്ചാല് ഇപ്പൊ പ്രശ്നം ഗുരുതരമായിട്ടുണ്ട് നിങ്ങളുടെ തമ്മിലുള്ളത്. അപ്പൊ നിങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ കാര്യമായ ഒരു ഇഷ്യൂ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. എന്തൊക്കെയോ സീക്രട്ട് ഈ വ്യക്തി ഒളിച്ചു വെച്ചതാണ്. മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാല് ചിലപ്പോ ഒരു കമ്പനിയിലെ മാനേജർ, ഒരു ബോസ് ആയിരിക്കാം, സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവരും ലീഡ് ചെയ്യാൻ എല്ലാത്തിലും മുന്നിട്ടിറങ്ങുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനില് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷെ ഇപ്പോ അത് നിങ്ങളുടെ അടുത്ത് വില പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ വ്യക്തി കുറെ സീക്രട്സ് ഒക്കെ ഒളിച്ചു വെക്കുന്ന ആളാണ്. അത് പക്ഷെ നിങ്ങൾ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊരു പണിയാവുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, കുറച്ച് ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. എന്ന് വെച്ചാല് മുമ്പോട്ടുള്ള വഴി കാണുന്നില്ല, എങ്ങനെ പോകണമെന്ന്. അപ്പം ഈ വ്യക്തി വളരെ പാഷനറ്റ് ആണ്, എല്ലാത്തിനെയും വളരെ പാഷനറ്റ് ആയിട്ട് കാണുന്ന ഒരു എനർജി ആണെന്ന് പറയുന്നുണ്ട്. അടുത്തത് 7 ഓഫ് പെന്റക്കിൾസ് ആണ്. കുറച്ച് ക്ഷമയില്ലാത്ത ഒരു സിറ്റുവേഷൻ, പക്ഷെ എല്ലാം ലോങ് ടേം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് റിസൾട്ട് തരണം, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. അതാണ് ഇവിടെ കിങ് ഓഫ് വോൺസ് റിവേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. ഇമ്മച്യൂരിറ്റി ഉണ്ട്. കുറച്ച് രണ്ട് പേജസ് വന്നിട്ട് വളരെ പൊതുവെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരാളാണ്, ക്ഷമയില്ലാത്ത ഒരാളാണ്. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അഡ്വൈസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി. അപ്പോ നിങ്ങള് അതുപോലെ സീക്രട്സ് വളരെയധികം സൂക്ഷിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു എനർജിയാണ്, വളരെ ഇമ്മച്യൂർഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെക്കാളും കുറച്ച് പ്രായത്തിൽ മുതിർന്നതാണോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ക്ഷമയില്ലായ്മ കാണിക്കുന്നുണ്ട്. ഒരു ലീഡിങ് ഒരു ഇതില്ല നിങ്ങളുമായിട്ട്. അല്ലെങ്കിൽ എല്ലാത്തിലും ലീഡറായിട്ട് എല്ലാത്തിലും മുമ്പിട്ട് നിൽക്കണം, എനിക്ക് റെക്കഗ്നീഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. രണ്ട് ഇമ്മച്യൂർഡ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മെച്യൂർഡ് ആയ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ക്യാൻസർ പൈസസ്. വളരെയധികം ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി, പക്ഷെ പുറമെ കാണിക്കില്ല. മനസ്സിലായോ? ചില സമയത്ത് ആളുകൾ തെറ്റ് ചെയ്തിട്ട്, ഇപ്പോ എക്സാമ്പിൾ പറയാൻ വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ, നമ്മളെ കുറ്റം ഏറ്റെടുക്കണം, കുറ്റം ആക്സെപ്റ്റ് ചെയ്യണം, തുറന്ന് പറയാനുള്ള ധൈര്യം വരണം. അതില്ലെങ്കിൽ വളരെയധികം ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരാള് വീട്ടില് ഗസ്റ്റ് വരികയാണ്, നമ്മള് ഫുഡ് ഉണ്ടാകും, അത് സ്ക്വാഷ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. സ്ക്വാഷിൽ പഞ്ചസാരക്ക് വരെ നമ്മൾ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ നമ്മളത് കുറെ വലിയൊരു ഇതിലാണ് സാധനം വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും സാധനം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ വഴക്ക് കേൾക്കാൻ ഇടയുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത്. ഈ കുടിക്കുന്നവരുടെ റിസൾട്ട് വരുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് അത് വേറെ ആരെങ്കിലും ചെയ്തതാണെന്ന് എല്ലാവരുടെയും തലയിൽ വെച്ചിട്ട് മുങ്ങുന്ന ഒരു എനർജി. കുറെ പ്രശ്നങ്ങളുണ്ട്, നാണക്കേടാണ്, കുടിച്ചവർക്ക് വല്ല അസുഖവും വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ബിസിനസ് പാർട്ടി വല്ലതും ആണെങ്കിൽ അത് നിങ്ങൾക്ക് പണി കിട്ടും, കുറെ പണി കിട്ടും. പക്ഷെ ഈ ചെയ്ത ആൾക്ക് എന്റെ തലയിൽ ഇത് വരാൻ പാടില്ല.
എനിക്കിതൊന്നും അറിയണ്ട, ഞാൻ ചെയ്തതല്ല, വേറെ ആരോ ചെയ്തതാണ്. പക്ഷെ നമ്മളോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റിയിട്ട് വേറെ സാധനം വരും, വെക്കും അവിടെ, അല്ലെ? പക്ഷെ ചെയ്യില്ല. അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് പലതാണ്. പക്ഷെ മിക്കവർക്കും ഇതാ ചിന്തിക്കാൻ കഴിവില്ല, ചിന്തിക്കില്ല അവര്. എനിക്ക് രക്ഷപ്പെടണം, എന്റെ തലയിൽ കുറ്റം വരരുത് എന്ന ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ റെസ്പോൺസിബിലിറ്റികൾ ഏൽപ്പിക്കാനും ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. കാരണം ഇവർ എന്ത് ചെയ്യും, ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അതിനെ തെറ്റ് തിരുത്താം നമുക്ക്, അല്ലെ? പക്ഷെ തെറ്റി എന്ന് പറഞ്ഞാലല്ലേ ചെയ്യാൻ അറിയുള്ളൂ. മിണ്ടില്ല ഇവര്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിയുടെ. പണിയാണ്. ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തി കാണുന്നത്? നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആരെയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. അതാണ് ഇവിടെ ആ വ്യക്തിയുടെ ചിന്ത. പിന്നെയുള്ളത്, നിങ്ങൾ വളരെ സീക്രട്ടീവ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നോളജ് ഉണ്ടാകുക, ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പ്രായമുള്ള ആളായിരിക്കും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് ചേരുക, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായമാണ്. പിന്നെയുള്ളത്, നിങ്ങളൊരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യത്തിനെയും അത് കൃത്യമായിട്ട് പഠിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കൂ. അതൊക്കെ നല്ല കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാല്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായമാണ് നിങ്ങളെ കുറിച്ചുള്ള. 6 of Swords. 6 of Swords എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും വഴക്കടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പോവാണ് ഇതിന്റെ ഒരു വഴക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളല്ല, വേറെ ആരും. നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും അതെ, ഒരു വഴക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് മുങ്ങിക്കളയുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് എസ്കേപ്പിസം, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. പിന്നെയുള്ളത് 8 of Cups റിവേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്താലും പിന്നെയും തിരിച്ചു പോകും. മനസ്സിലായി? കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ആ സമയം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നാണ് പറയുന്നത്. ലവേഴ്സ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്, കേട്ടോ. അപ്പോ നിങ്ങൾ തമ്മിൽ വളരെ അധികം കണക്ഷൻ ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് ഡെസ്റ്റിൻഡ് ആണ്, വിധിയാണ്, ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്. 4 of Swords റിവേഴ്സ്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും പണി ചെയ്തോണ്ട് വെറുതെ ഇരിക്കുന്നത് കാണില്ല നിങ്ങളെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ ഈ ക്രോഷേ വർക്ക് ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള റിപ്പയറിംഗ് വർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴും ചെയ്തു. നിങ്ങൾ എപ്പോഴും ബിസിയാണ്. അതാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങളെ കുറിച്ച്. പിന്നെ 9 of Wands ആണ് കാണിക്കുന്നത്. 9 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് എന്താ പറയാ, റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നില്ല. അപ്പോ അത് ഈ വ്യക്തിക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ലായിരിക്കും. അതിൻ്റെതായിരിക്കും ഉറക്കമില്ലായ്മ, ടെൻഷനൊക്കെ. അപ്പോ നിങ്ങൾ ഈ വ്യക്തിയെക്കാളും ഒരു പരി ഉയർന്ന ലെവലിലാണെന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെ. അത് വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം വ്യക്തിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമോ? കാരണം നിങ്ങൾ ഭയങ്കര ആൾക്കാരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെരുമാറാൻ അറിയാം, കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അറിയാം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഈ വ്യക്തിക്ക് അത് കുറവാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് പോരാ എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടോ എന്നൊരു ഡൗട്ട് വ്യക്തിക്കുണ്ട്. പാവമാണ് കേട്ടോ. നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഈ വ്യക്തി അത്രയും സ്ട്രോങ് അല്ല. ഇതുകൊണ്ട് നിങ്ങളോട് വ്യക്തിക്ക് വൈരാഗ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 6 of Wands റിവേഴ്സ് ആണ് വരുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ റെക്കഗ്നിഷൻ ഒന്നും വേണ്ട. നിങ്ങളുടെ പുറകിൽ നിന്നാൽ മതി വ്യക്തിക്ക്. അതിൽ വ്യക്തി ഹാപ്പിയാണ്. ഒരു കാര്യത്തിലാണ് പേടി, നിങ്ങൾ ഈ വ്യക്തിക്കുള്ള കുറവുകൾ മനസ്സിലാക്കി നിങ്ങൾ ഈ വ്യക്തിയെ ആക്സെപ്റ്റ് ചേർത്ത് പിടിക്കുമോ അതോ പുറന്തള്ളുമോ എന്നൊരു പേടിയാണ് വ്യക്തിക്ക്. വൈരാഗ്യമൊന്നുമില്ല നിങ്ങളോട്, ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ കേട്ടോ. പാവമാണ്.
അപ്പോ അങ്ങനെ ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഞാൻ പറഞ്ഞു. അക്വേറിയസ് ലീബ്രോ ജെമിനായി, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ജെമിനായി, ക്യാൻസർ പൈസസ് സ്കോർപിയോ, അക്വേറിയസ് ലീബ്രോ ജെമിനായി, വെർഗോ. വെർഗോ 2 പ്രാവശ്യം പറഞ്ഞത്. ഫുൾ കാർഡ് അക്വേറിയസ് ഏരീസ് ആണ്. ഹൈ പ്രീസ്റ്റസ് വെർഗോവും പൈസസും ആണ്. അപ്പൊ ഇത്രയും കാർഡ് ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരു വൈരാഗ്യവും ഇല്ല, പേടിയാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത്. പവർ എനർജിയാണ് അല്ലെ? അപ്പോ എന്ത് ആക്ഷൻ ആണ് വ്യക്തിയുടെ? ഭയങ്കര ടെൻഷനിലാണ്. എന്ത് ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഭഗവാനെ ഭയങ്കര ടെൻഷനിലാണ്, ഉറക്കമില്ലായ്മ. നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോ പൊതുവെ നിങ്ങൾ വേർഗോ ആവണം എന്നില്ല, പക്ഷെ നിങ്ങൾ വേർഗോ ആണെങ്കിൽ വേർഗോസ് എപ്പോഴും അവരുടെ ലോകത്തായിരിക്കാം. മനസ്സിലായോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാത്ത ആളുകളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ കുട്ടികളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നിങ്ങളൊരു നിങ്ങളുടേതായ ഒരു ലോകത്താണ് നിങ്ങൾ. ഓക്കെ, എംപ്രസിന് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് 3 ഓഫ് വാൻഡ്സ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയാണ്, സർവമും ക്ഷമിക്കുന്ന, സഹിക്കുന്ന. അപ്പോ ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാല് അപ്പോ നിങ്ങൾ ഈ 3 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസം വരുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് തരുമെന്ന ഒരു ചിന്തയാണ് നിങ്ങൾ. അതായിരിക്കും ഉറക്കമില്ലായ്മ. മനസ്സിലായി? ഈ വ്യക്തി തരുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? മനസ്സിലായോ? ആ ഒരു ടെൻഷനാണ് നിങ്ങൾ. ഇത് വളരെ ചെറിയൊരു കാര്യം, നമ്മൾ വിചാരിക്കും ചെറിയൊരു കാര്യമാണ്, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊരു വലിയ കാര്യമാണ്. അപ്പൊ വളരെ ആലോചിച്ച് മേ ബി പലരോടും ചോദിച്ച് പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടായിരിക്കാം ഈ ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. 3 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോ ചിലപ്പോൾ ഇതൊരു കൊറിയർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഫോറിനിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പോകുന്നത്. സർപ്രൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങള് ഈ ഗിഫ്റ്റിന് വേർത്ത് ആണെന്നാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിയാണ് നിങ്ങൾക്ക് ഈ സാധനം എത്തിച്ചു തരാൻ പോകുന്നത് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. മറ്റേ 2 റീഡിങ് ഭയങ്കര തലവേദനയായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ടോറസ് ലിബ്രയാണ്, പിന്നെ ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഭഗവാനെ താങ്ക് യു. അവസാനത്തെ റീഡിങ് കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. വൈരാഗ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. നമ്മളുടെ കൂടെ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരോട് നമ്മള് സ്നേഹം കാണിക്കുക. എപ്പോഴും അവരെ കുറച്ച് കാണുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. ഇതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും എന്തായാലും. ഓൾ റൈറ്റ്, അപ്പൊ ഇതാണ് 3ാമത്തെ കാർഡിന്റെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.